ഏകദേശം റെഡി ആയിട്ടുണ്ട്. കുറച്ച് നെയ്യ് കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അത്തരം കുബൂസും യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നെല്ലിക്ക കൊണ്ടുണ്ടാകുന്ന ഔഷധ ഗുണമുള്ള ഒരു ലേഹ്യത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വളരെ എളുപ്പത്തിൽ ഈ ടേസ്റ്റിയായ ലേഹ്യം എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനെ ഞാൻ എടുത്തിരിക്കുന്നത് കഴുകി വൃത്തിയാക്കി 1 കിലോ നെല്ലിക്കയാണ്. നല്ല വലിപ്പമുള്ള നെല്ലിക്ക വേണം നോക്കിയെടുക്കേണ്ടത്. ഈ നെല്ലിക്ക നമുക്ക് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് നന്നായി ആവി കയറ്റി വേവിച്ചെടുക്കാം. ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് പനഞ്ചക്കര ഉരുക്കിയെടുക്കണം. പക്ഷേ പനഞ്ചക്കര കിട്ടാത്തതുകൊണ്ട് ഞാൻ ഇവിടെ ശർക്കരയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഉരുക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1/2 കപ്പ് വെള്ളം കൊണ്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് അലിയിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി കുറുക്കിയെടുക്കണമെന്നില്ല, ജസ്റ്റ് ഒന്ന് അലിയിച്ചെടുത്താൽ മതി. ഇപ്പോൾ ശർക്കര അലിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം നമുക്ക് നെല്ലിക്ക വെന്തോന്ന് നോക്കാം. നെല്ലിക്ക നന്നായി വെന്ത് നല്ല വിടർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഈ നെല്ലിക്ക തണുക്കാനായി മാറ്റി വയ്ക്കാം. ഈ നെല്ലിക്ക തണുത്തതിന് ശേഷം കുരു കളഞ്ഞിട്ട് നമുക്ക് ഹാൻഡ് ബ്ലെൻഡറിൽ വെച്ചിട്ട് നെല്ലിക്ക നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ മിക്സിയിലായാലും നമുക്ക് അരച്ചെടുക്കാം. എൻ്റെ കയ്യിലിപ്പോൾ ഹാൻഡ് ബ്ലെൻഡർ ഉള്ളതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്തത്. ഈ ഹാൻഡ് ബ്ലെൻഡറിൽ നമുക്ക് മിക്സിയിൽ അരയ്ക്കുന്നതിനെക്കാട്ടിയും എളുപ്പത്തിലും നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് വേവിച്ചെടുത്ത് തണുത്തതിന് ശേഷം ഒട്ടും വെള്ളം ചേർക്കാതെ വേണം നമുക്കിത് അരച്ചെടുക്കേണ്ടത്. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിവതും നമ്മൾ പനഞ്ചക്കര തന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കണം, അതായത് കരിപ്പൊട്ടി. എനിക്കത് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ശർക്കര ഉപയോഗിച്ചിരിക്കുന്നത്. ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ട് അരച്ചു വെച്ച നെല്ലിക്ക നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി കൊടുക്കാം. വെള്ളം ഒന്ന് വറ്റി വരുമ്പോഴത്തേക്ക് നമുക്ക് ശർക്കര ഉരുക്കിയത് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശർക്കര നമ്മൾ ഒഴിച്ചു കൊടുക്കുമ്പോഴത്തേക്ക് അരിച്ച് വേണം ഒഴിച്ചു കൊടുക്കേണ്ടത്. അതിനകത്ത് തരികളുണ്ടാകും, തരികൾ മാറ്റുക. ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം, ഇളക്കി കൊടുക്കണം. അതായത് ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ജലാംശം എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പറ്റാൻ വേണ്ടിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇട്ട് കൊടുക്കുന്നത്. അതോടൊപ്പം തന്നെ നന്നായി ഇളക്കി കൊടുക്കുക കൂടി വേണം. ഇത് ദേഹത്ത് തെറിക്കാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് 1/4 ടീസ്പൂൺ വീതം ജീരകം, ഏലക്ക, ഗ്രാമ്പ്, ചുക്ക്, കറുകപ്പട്ട എന്നിവ പൊടിച്ചിട്ട് കൊടുക്കണം. അതോടൊപ്പം തന്നെ 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കണം. എല്ലാവിധ ദഹന പ്രശ്നങ്ങൾക്കും പരിഹാരമാണ് ഈ ലേഹ്യം. ഈ ലേഹ്യം കഴിക്കുന്നതുകൊണ്ട് നമുക്ക് ഇമ്മ്യൂണിറ്റി കിട്ടും, അൾസർ ഉണ്ടാവില്ല, ദഹനക്കുറവ് ഉണ്ടാവില്ല, ഉറക്കക്കുറവ് മാറും. നല്ലൊരു ഹെൽത്തി ആയിട്ടിരിക്കാൻ ഏറ്റവും ഉത്തമമാണ് ഈ നെല്ലിക്ക ലേഹ്യം. നമ്മുടെ ലേഹ്യം നന്നായി കുറുകി വരുന്നുണ്ട്, കട്ടയായി വരുന്നുണ്ട്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇത് മാറ്റാം. നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ, കാരണം ഈ ജലാംശം കംപ്ലീറ്റ് വറ്റിപ്പോണം. ഇതുണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുക്കേണ്ടത്. അത് കട്ടിയുള്ളത് വേണം, അതാകുമ്പോൾ അടിയിൽ പിടിക്കുന്നത് കുറയും. ഈ ലേഹ്യം നമ്മുടെ കറക്റ്റ് പരിവായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് എന്നിട്ട് തണുക്കാനായി വെക്കാം. തണുത്തതിന് ശേഷം നമുക്കൊരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റാം. അത് എയർ ടൈറ്റുള്ള ഗ്ലാസ് ജാർ ആയിരിക്കണം നല്ലത്. അതോടൊപ്പം തന്നെ റൂം ടെമ്പറേച്ചറിൽ നമുക്കിത് ഉപയോഗിക്കാം. പിന്നെ ചൂട് കൂടുകയാണെങ്കിൽ മാത്രം ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഇത് നനവില്ലാത്ത ഒരു കുപ്പിയിലേക്ക് ഇത് മാറ്റുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിത് ഉപയോഗിക്കുമ്പോൾ സ്പൂൺ നനവില്ലാത്ത സ്പൂൺ വേണം ഉപയോഗിക്കേണ്ടത്. ഇന്നും രാത്രിയിൽ നമ്മളൊരു സ്പൂൺ എടുക്കുമ്പോൾ അത് നനവില്ലാത്തത് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അതിന് കേടുവരാൻ ചാൻസ് കൂടുതലാണ്. അപ്പം ഞാൻ ചെറിയ 3 കുപ്പികളിലായിട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുൻപായിട്ട് 1/2 സ്പൂൺ ഇത് കഴിക്കുക. നെല്ലിക്കയുടെ ഗുണങ്ങൾ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ അടിപൊളി നെല്ലിക്ക ലേഹ്യം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ഓൾ ഓഫ് യു ടേക്ക് കെയർ. ബൈ ബൈ.